ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വീണ്ടും വീണ് കിടന്നിട്ടും വീഴുന്നവനും എന്നെ വിളിച്ചില്ല. രക്തക്കടലിൽ മുക്കിയെടുത്തൻ്റെ വീണ ചരിത്രം മായ്ച്ചു കളഞ്ഞു നീ. നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം തൻ്റെ രചനയിലൂടെ പരിചയപ്പെടുത്തിയ ജോസഫ് ദാസൻ എന്ന സഹോദരനെ. അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിൽ ദൈവം നടത്തിയ വഴികളും ഈ ഗാനം എഴുതാനുണ്ടായ പ്രചോദനങ്ങളുമെല്ലാം ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് ശ്രമിക്കാം. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോസഫ് ദാസൻ ബ്രദറിൻ്റെ ഗാനത്തിൻ്റെ ഈരടിയാണ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അതിലും ആഴമാണ്. നിൻ തിരുസന്നിധിയിൽ എന്നെ ഒളിപ്പിച്ചു, എറിയുന്ന കല്ലുകളെ നീ താഴെ വീഴിച്ചു, എൻ വിധിയാളൻ മൗനം പാലിച്ചു. വളരെ ആഴമായ ദൈവസ്നേഹത്തിൻ്റെ മുഖങ്ങളെ, അല്ലെങ്കിൽ ഏത് പാപിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥാനമുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തെ ഗാനത്തിലൂടെ പ്രതിഫലിപ്പിക്കുകയായിരുന്നു. പറയൂ, എന്താണ് ഈ ഗാനത്തിൻ്റെ ഉറവിടം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഗാനമാക്കാനുള്ള ഉണ്ടായ കാരണം? സത്യം പറഞ്ഞാൽ ഞാനൊരു പാട്ട് എഴുതുന്ന ഒരാളെ അല്ല. നിങ്ങളൊക്കെ പാട്ടൊക്കെ ധാരാളം എഴുതുന്നവരാണ്. എനിക്ക് കൗമാര പ്രായത്തിൽ കവിതകൾ എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അറിയാമല്ലോ, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മളുടെ ആ ഒരു കോളേജിലെ അന്തരീക്ഷമാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് എൻ്റെ ഈ കവിത എഴുതുക, അത് അല്ലെങ്കിൽ കഥ എഴുതുക, നോവൽ എഴുതുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു. അപ്പോൾ അന്ന് സാറന്മാർ മമ്മിയെ വിളിച്ചിട്ട് ഞങ്ങളുടെ കോളേജിലെ കെമിസ്ട്രി അധ്യാപകൻ പറഞ്ഞതാണ്, ഇവനെ വേണമെങ്കിൽ മലയാളം പഠിപ്പിച്ചാൽ ഇവൻ അതിൽ പ്രാഗൽഭ്യം തെളിയിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് എഴുതാനേ പറ്റിയില്ല. അത് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ആ യൂത്തിൻ്റെ അത്തരം ചില ചാബല്യങ്ങളൊക്കെ വിട്ടുപോയത് കൊണ്ടും ഒക്കെ ആകാം. പിന്നെ എനിക്ക് പാട്ട് എഴുതാനായിട്ടുള്ള അങ്ങനെ ഒരു പ്രചോദനമില്ല. മറ്റതങ്ങനെയല്ല, മറ്റത് നമുക്ക് കാവ്യഭാവന ഇങ്ങനെ വിടരും. അപ്പോൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പാട്ട് വരാനിടയായ ഒരു സാഹചര്യം, ഞാൻ ആ സമാനമായ ഒരു പ്രണയം എന്നതിനേക്കാളും വലിയൊരു സ്നേഹ അനുഭവത്തിലേക്ക് എൻ്റെ മനസ്സ് പോയൊരു സമയത്ത് അറിയാതെ ഞാൻ അന്നേരം ചിന്തിച്ച കാര്യങ്ങൾ വാക്കുകളായിട്ട് പുറത്തു വന്നതാണിത്. അതായത് എൻ്റെ കൗമാരവും അല്ലെങ്കിൽ എൻ്റെ ബാല്യവും എന്നൊക്കെ പറയുന്നത് വളരെ വേദനാജനകമെന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളല്ല, കാര്യം ജീവിതത്തിലെല്ലാം ദൈവം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എപ്പോഴും വീഴ്ച പറ്റുന്ന ഒരു പ്രത്യേകതയായിരുന്നു എൻ്റെ. വീഴ്ച പറ്റുക എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സമ്മർദ്ദത്തിലാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കോളേജിലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ഒരു മഞ്ഞ് പാളി പോലെ സമ്മർദ്ദം നമുക്കറിയാൻ പറ്റും. ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇന്ന് എനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഇന്ന് എന്ത് അബദ്ധമാണ് കാണിക്കാൻ പോകുന്നത്, അങ്ങനെയാണ് എൻ്റെ ഒരു പ്രഷറിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടികളെയൊക്കെ നിങ്ങൾ സ്വതന്ത്രരാക്കണമെന്നൊക്കെ പറഞ്ഞുള്ള സർക്കാരിൻ്റെ നയങ്ങളൊക്കെ കാണുമ്പോൾ, അധ്യാപകരെയൊക്കെ പ്രത്യേകിച്ച്, ഞാൻ സന്തോഷിക്കും. ഞാൻ ഈ കാലഘട്ടത്തിൽ ജനിച്ചാൽ മതിയായിരുന്നെന്ന് എനിക്ക് തോന്നുമായിരുന്നു. കുറേ കൂടെ കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു രീതി ഇപ്പോഴുണ്ട്. എന്നാൽ അന്ന് ഞാൻ അനുഭവിച്ച ആ വേദന, ഞാൻ ഈ അടുത്ത ക്ലാസ്സിൽ എനിക്ക് വീഴ്ച പറ്റാം, ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ വീഴുകയും ചെയ്യും. ഇങ്ങനെയാണ്. എന്നിട്ട് സ്കൂളുകൾ മാറി മാറി പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ആത്മീയതയിലേക്ക് വന്നത് കർത്താവിൻ്റെ ഒരു സ്നേഹം അനുഭവിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പിന്തുടരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാൽ എനിക്കറിയാം, എൻ്റെ സ്വഭാവവും എൻ്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം എല്ലാ ദിവസവും ഞാൻ പ്രത്യേകിച്ച് മമ്മിയോടൊക്കെ സ്നേഹമുള്ളതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ തീരുമാനിക്കും നന്നാകാം, എപ്പോഴും ഈശോയെ അറിയുന്നതിന് മുമ്പും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും എന്തെങ്കിലും പരിപാടി സ്കൂളിൽ ഒപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിലൊപ്പിക്കും. വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതെൻ്റെ പ്രകൃതമാണ്. എനിക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു നല്ല ഇമേജ് കീപ്പ് ചെയ്യാൻ. ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു മോശക്കാരനായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ ഇപ്പം തോന്നുന്നില്ല, അന്നും. പക്ഷേ ഇമേജ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, ഞാൻ ആർക്കും വേദന ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അത് വളരെ പ്രമാദമാവും എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അത് കാരണം എനിക്ക് ഭയമായി. കാരണം എൻ്റെ കുഴപ്പം തന്നെ അതാണ്. ഞാൻ ഉള്ളിൽ മോശമാകാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും എൻ്റെ സ്വഭാവം ആളുകൾ നോട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രമാദമാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ കൂടെ നടക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുക മാത്രമല്ല, എന്നെ അറിയുന്നവരെല്ലാം എന്നോട് പറയും. എൻ്റെ വീട്ടുകാർ പറയും, കസിൻസ് പറയും, കൂട്ടുകാർ പറയും. അവരൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യം, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പം, നമ്മൾ പൊതുവേ
ആളുകളുടെ മുമ്പിൽ ആത്മീയ മനുഷ്യനായിട്ട് എക്സ്പോസ്ഡ് ആകും. അങ്ങനെയാണ് നമ്മൾ ആയിപ്പോയി. പ്രാർത്ഥനാ ഗ്രൂപ്പിലോ ജീസസ് ജീവിതത്തിലോ ഒക്കെ പോയാൽ നീ പിന്നെ ഒരു ആത്മീയ വ്യക്തിത്വമാണ്. പിന്നെ നിന്നിൽ നിന്ന് ഒരു നെഗറ്റീവ് ഉണ്ടാകാൻ പാടില്ല. പോയി. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അവരെല്ലാം എന്നോട് പറഞ്ഞു, നീ ഇതിലൊന്നും പോവാതിരിക്കുക. ഓക്കെ, നിനക്ക് എന്തെങ്കിലും ദൈവത്തോടുണ്ടെങ്കിൽ നീ അകത്ത് പോയി നീ ഒറ്റയ്ക്ക് റൂമിൽ, കാര്യം ഇതിൽ പോയാൽ അവർക്കെല്ലാം നീ അപമാനമാവും. ഇതാണ് അവരെന്നോട് പറഞ്ഞത്. വളരെ സത്യം. കാര്യം എനിക്ക് തന്നെ അറിയാം എനിക്ക് എന്ത് പറ്റും നാളെ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ, പക്ഷേ എനിക്ക് വീട്ടിനകത്ത് ഇരിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്, കൂട്ടായ്മകളിലേക്ക് ഞാൻ പോകാതെ വന്നാൽ എനിക്ക് ആ പ്രചോദനം നഷ്ടപ്പെടുകയാണ്. ഞാനിവിടെ ഒന്ന് മുറിച്ച് പറഞ്ഞോട്ടെ. ഞാൻ അറിഞ്ഞ ദൈവത്തെ ആണെങ്കിൽ പാപിയായ ഞാൻ, പാപമില്ലാത്ത ക്രിസ്തുവിനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്രാർത്ഥനയിലും എവിടെ പോയി ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും ജോസഫ് ദാസൻ പറയുന്ന ജോസഫ് ദാസന്റെ ഹിസ്റ്ററി അല്ലാത്തതുകൊണ്ട്, ക്രിസ്തു സ്നേഹമായതുകൊണ്ട് നിങ്ങൾക്ക് ഏത് അയോഗ്യതയിൽ നിന്നുകൊണ്ടും ആ സ്നേഹത്തിനെ പറ്റി പ്രഘോഷിക്കാം. കാരണം പൂർണ്ണതയിൽ ഒരു മനുഷ്യനും എത്താൻ പറ്റില്ല. അപൂർണതയിൽ നിന്നുകൊണ്ട് പൂർണ്ണനാക്കുന്ന ദൈവത്തെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു പക്ഷേ ഈ ധാരണ തെറ്റല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു പ്രതിസന്ധിയാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ നമ്മൾ ഒരു വലിയൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സഭയിലുള്ള ആളുകളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മെത്രാന്മാരിൽ നിന്നും വചനപ്രഘോഷകരിൽ നിന്നും എല്ലാവരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത് ഈശോ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, ലോകം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ലോകം സഭയുടെ, വളരെ രസമാണത്, ലോകം സഭയുടെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡുകൾക്കെതിരാണ് പലപ്പോഴും. അതായത് സഭ മനുഷ്യരെ ആവശ്യമില്ലാതെ വിശുദ്ധരാകാൻ പറയുന്നു, അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് പറയുന്നു, ഇത് ചെയ്യരുതെന്ന് പറയുന്നു എന്ന് പറയുന്ന ലോകമാണ്. അതേസമയം ഒരു വചനപ്രഘോഷകനോ ഒരു പ്രാർത്ഥനക്കാരനോ ഒരു വൈദികനോ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ പാപത്തിൻ്റെ ഭയാനകതയെ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഉയർത്തി കാണിക്കുന്നത് ഈ ലോകം തന്നെ ആയിരിക്കും, അല്ലേ? അപ്പം ലോകത്തിന് പാപത്തെ വെറുപ്പാണോ അതോ സഭ പാപത്തെ വെറുക്കുന്നതിനോട് വെറുപ്പാണോ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു കൺഫ്യൂസ്ഡ് ലോകമാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ലോകമാണ്. പക്ഷേ ഈ ലോകത്തിലാണ് ഞാൻ ഒരു ആത്മീയ മനുഷ്യനാകാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു വലിയ പ്രശ്നം. അതായത് ലോകത്ത് സഭയുടെ പുറത്തായിരുന്നപ്പോൾ എനിക്ക് പാപം ചെയ്യരുതെന്ന് പറയുന്ന സഭയെ ഓടിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ചീത്ത പറയാൻ പറ്റുമായിരുന്നു. അന്ന് ലോകം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇതിനകത്ത് വന്നു കഴിയുന്ന സ്ഥിതിക്ക് ഇനി ഞാൻ പാപം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വീഴ്ച എനിക്ക് സംഭവിച്ചാൽ സഭയോടൊപ്പം എന്നെ കല്ലെറിയുന്നൊരു ലോകത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനെന്ന ലോകത്തിലാണ് താൻ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒളിച്ചോടാനും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് വീഴ്ച വരുമെന്നറിയാം. അപ്പോൾ ഞാൻ ആദ്യകാലങ്ങളിൽ എനിക്ക് വലിയ വലിയ വീഴ്ചകൾ വന്നു. എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരുടെ ഇടയിലായിരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, കൂട്ടുകാരിൽ നിന്ന് നമുക്കൊന്നും മറയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് വീട്ടിൽ പോലും നമുക്ക് പലതും കാണിക്കാൻ പറ്റും, പക്ഷേ നമ്മൾ പുറത്താണ്. അപ്പോൾ കൂട്ടുകാരിൽ അപ്പോൾ നമ്മൾക്ക് ഒരു 3 മാസം നമ്മൾ വളരെ ഡീസൻ്റായിട്ട് നടക്കുന്നു. അതിനുശേഷം 4ാമത്തെ മാസം നമ്മൾ ഭയങ്കരമായ അക്കിടിയിലേക്ക് വീഴുന്നു. അപ്പോൾ കൂട്ടുകാർ പറയും, എടാ നീ അവരോടൊന്നും പോകണ്ട, നീ ഞങ്ങളുടെ കൂടെ പോര്, നീ എന്തിനാണ് ഇങ്ങനെ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ എൻ്റെ വിഷമം ഞാൻ ഈശോയെ വിടേണ്ടി വരും. അവിടെയാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു എനിക്ക്. അതുമാത്രമല്ല, എൻ്റെ മുമ്പിൽ കിട്ടിയിരുന്ന ഒരു വീക്ഷണം എന്ന് പറയുന്നത്, ഞാൻ വീണാൽ വലിയൊരു പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഗൈഡൻസ് തേടിയ സമയത്ത് എന്നോട് ഈശോ വെളിപ്പെടുത്തിയ ഒരു സത്യമാണ്. ഈശോയ്ക്ക് പാപം എന്ന് പറയുന്ന ഈശോയ്ക്ക് ഭയങ്കര വെറുപ്പാണ്. പാപം ഈശോയ്ക്ക് ഭയങ്കര വെറുപ്പാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ പാപം എന്താണ് എന്നുള്ളതാണ് ഒരു വലിയ വിഷയം. അതായത് ഈ വീഴ്ച എന്താണ്? അതായത് സിസ്റ്റർ, നമ്മൾ അറിയേണ്ടത് ദൈവസ്നേഹം എനിക്ക് വേണ്ടാന്ന് വയ്ക്കുന്നതാണ് പാപം. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഞാൻ ഇപ്പോഴൊക്കെ യൂത്തിനോട് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമുണ്ട്. വീഴുക എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ശരിക്കും അറിയണം. നമ്മൾ ഇന്നേ വരെ വീണിട്ടുള്ളതെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് വീണിട്ടുള്ളതെല്ലാം. അതായത് നമ്മൾ ജനിച്ചപ്പോൾ എല്ലാവരും വിശുദ്ധരായിരുന്നു. ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പം നമുക്കറിയാം എന്ത് വിശുദ്ധിയാണ് കുഞ്ഞുങ്ങൾക്ക്. നമ്മളും വിശുദ്ധരായിരുന്നൊരു, പക്ഷേ നമ്മൾ ആദ്യമായിട്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മമ്മിയെ ആദ്യമായിട്ട് എതിർക്കാൻ ഒരു തീരുമാനമെടുത്തൊരു ദിവസമുണ്ട്. അത് കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ മമ്മിയോട് ഇങ്ങനെ പെരുമാറാൻ പോവുകയാണ്. കാര്യം മമ്മിയിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പം ഞാൻ മമ്മിയെ എതിർക്കാൻ പോവുകയാണ്. മമ്മി എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിനെ ഞാൻ എതിർക്കാൻ പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ ഈ മമ്മിയെ എങ്ങനെ എതിർക്കും, മമ്മിയോട് എങ്ങനെ ഞാൻ ശോഭിക്കും. അപ്പോൾ ഞാൻ തീരുമാനം എടുക്കുകയാണ്, എന്തായാലും ശോഭിച്ചേ പറ്റൂ. എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ശോഭിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. മമ്മിയുടെ അടുത്ത് ഞാൻ ചൂടാകുകയാണ്. മമ്മിയുടെ കയ്യിലൊക്കെ ഞാൻ കടിച്ചു തന്നിട്ട്, കൊച്ചാണ്, പക്ഷേ എനിക്ക് ആ സംഭവം ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അത് വേദനാജനകമായിരുന്നു. എനിക്കറിയാം മമ്മിയോട് ഞാൻ എതിരായിട്ട് സംസാരിക്കുമ്പോഴും മമ്മി എന്നെ കയറി വഴക്ക് പറഞ്ഞിങ്ങനെ പിടിക്കുമ്പോൾ മമ്മിയുടെ കയ്യിൽ ഞാൻ കടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു
ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മമ്മിയുടെ അടുത്ത് അതൊരു റെഗുലർ സംഭവമായിട്ട് മാറി, എനിക്ക് നിഷേധം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് വേദന. പക്ഷേ ഞാൻ ആദ്യമായിട്ട് വീണത് വളരെ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യം, പാപം ചെയ്യുക എന്ന് പറയുന്നത് വേദനയാണ്, അതൊരു ഭയങ്കര പ്രശ്നമാണ്. ഈ ദൈവം നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് ഈ പ്രയാസമുള്ള ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരിക എന്ന് പറഞ്ഞ സ്നേഹം. അപ്പോൾ അതായത് ഒരാൾ വ്യഭിചാരം ചെയ്യുന്നത് അയാൾ എത്ര കഷ്ടപ്പെട്ടാണ് അല്ലേ, അയാൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കടന്നു ചെല്ലുന്നത് അത് വളരെ കഷ്ടപ്പെട്ടാണ് അയാൾ ചെയ്യുന്നത്. അതുപോലെ മോഷ്ടിക്കുന്നത് വളരെ ഇതെല്ലാം പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പ്രയാസപ്പെട്ടാണ് വീഴുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എഴുന്നേൽക്കാനാണ് നമുക്ക് പാടുവരുന്നത്. അതിനെയാണ് ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസ്നേഹം എനിക്ക് വേണ്ടാന്ന് വെക്കുന്നതാണ്. അതായത് ഞാൻ യൂത്തിനോട് പറയുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതായത് എൻ്റെ ഭാര്യയും ഞാനും മാത്രമാകുന്നൊരു ലോകത്ത് ദൈവം ഞങ്ങളെ പൂട്ടിക്കെട്ടിയിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രമാണമാണ് വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞ പ്രമാണം. അതായത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വേറെ ആരും വരാൻ പാടില്ല, ഞങ്ങൾ മാത്രമായിരിക്കണം. ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് ഇനി പുറത്തുനിന്ന് ആരും വരാൻ പാടില്ല. അപ്പോൾ ഞങ്ങളോടുള്ള സ്നേഹം, ഞങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങൾ വേറെ ആരെയും നോക്കരുത്, അതായത് എൻ്റെ ഭാര്യയോട് അല്ലെങ്കിൽ എന്നോട് വേറെ പുറത്തു നിന്നുള്ള ഒരാളും ആവശ്യമില്ലാതെ കടന്നു വരരുത്, ഇത് ഇവരുടെ ലോകമാണ് എന്ന് പറഞ്ഞ് പ്രണയത്തിന് വേണ്ടി ദൈവം കെട്ടിയ മതിലാണ്. ഞങ്ങൾ പ്രണയിക്കാൻ വേണ്ടി ദൈവം കെട്ടിയ മതിലാണ് വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്നത്. അപ്പോൾ എത്രയോ ദൈവത്തിന്റെ സ്നേഹം അത്. പക്ഷേ ഈ സ്നേഹം ഞാൻ തിരിച്ചറിയുന്നില്ല. ഇനി എൻ്റെ ഒരു വസ്തു, ഇപ്പൊ ഈ പൂവ് എൻ്റെതാണെങ്കിൽ സിസ്റ്റർ ഇത് അടിച്ചോണ്ട് പോകരുത്, കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നൊരു പൂവാണ് അല്ലെ, എൻ്റെ ഇഷ്ടത്തോടെ വേണേൽ കൊണ്ടുപോകാം. പക്ഷെ ഞാൻ ഇത് സിസ്റ്റർ ഇത് അടിച്ചോണ്ട് പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ സാധനം സംരക്ഷിക്കാൻ വേണ്ടി എന്നോടുള്ള സ്നേഹം കൊണ്ട് ദൈവം പറഞ്ഞതാണ് മോഷ്ടിക്കരുത്. ദൈവസ്നേഹമാണ്, മനസ്സിലായില്ലേ? ദൈവസ്നേഹമാണ് ഇത്. കൽപ്പനയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഈ ആദ്യ കാലത്തെ സിസ്റ്റർ അറിയാമല്ലോ, ബൈബിൾ PhD ചെയ്യുന്ന ആളാണ് സിസ്റ്റർ. അപ്പം ഞാൻ പറയുന്നത്, അതായത് ബൈബിളിൽ ആ കാലഘട്ടത്തിലാണ് കൽപ്പന എന്ന് പറയുന്നത്. കൽപ്പന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജകുമാരൻ തൻ്റെ അപ്പൻ തന്നോടൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ അപ്പൻ കൽപ്പിച്ചു എന്നേ പറയത്തുള്ളൂ, അല്ലാതെ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു പറയില്ല. കാരണം അവൻ രാജകുമാരനുമാണ്, അവൻ്റെ അപ്പൻ രാജാവുമാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ദൈവം രാജാവാണ്. അപ്പൊ ദൈവം എന്നോടൊരു കാര്യം പറയുന്നതിനെ ഞാൻ എന്നോട് ദൈവം കൽപ്പിച്ചെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രയോഗം മാത്രമാണ്, അല്ലാതെ കൽപ്പിച്ചു എന്നതല്ല. അത് സ്നേഹമായിരുന്നു. എന്നെ സ്നേഹിക്കുകയായിരുന്നു ദൈവം. അപ്പൊ ഈ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറുന്നത് കഷ്ടപ്പെട്ടാണ് ശരിക്കും അല്ലേ. അതായത് ഞാനും എൻ്റെ ഭാര്യയും ആയിരിക്കേണ്ട ഒരു ലോകത്തുനിന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കണം ഞാൻ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് എന്നെ അനുസരിക്കണം, അതിനുവേണ്ടി ദൈവം തന്ന കൽപ്പനയാണ്. ഈ മാതാവും പുത്രനും അല്ലെങ്കിൽ അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ഈ സ്നേഹബന്ധത്തിന് എന്ത് ബ്യൂട്ടിയാണ് അനുസരണമുള്ള ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ആ ബ്യൂട്ടിയെ ഇല്ലാതെയാക്കാൻ ഞാൻ കഷ്ടപ്പെട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നത് ബന്ധനത്തിൽ നമ്മൾ വീഴാണ്. ബന്ധനം, അതിനെയാണ് ബന്ധനമെന്നും വീഴ്ചയെന്നൊക്കെ പറയുന്നത്. കാരണം പിന്നെ എഴുന്നേക്കാൻ പാടാണ്. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ അപ്പനാണ് അറിയാവുന്നത്. അതായത് നീ എന്നെ വേണ്ടാന്ന് വെച്ചു, അതാണല്ലോ ധൂർത്തപുത്രൻ പിതാവിൽ നിന്ന് അകന്നു. പക്ഷേ ഇത് സ്വാതന്ത്ര്യമാണ്, എനിക്ക് പോകാം. പിതാവ് പറഞ്ഞു പന്നിക്കൂട് വരെയും പോകാം, നിനക്ക് പന്നിക്കൂട് വരെയും പോകാം, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് നിന്റെ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് അവിടെ പിശാചിന്റെ പിടി വീണു, അല്ലെങ്കിൽ ഞാൻ കുഴിയിൽ വീണു. ഇനി ഞാൻ കയറി വരണമെങ്കിൽ എനിക്ക് സ്റ്റെപ്സ് ഉണ്ട്. ഈ വരവിനുള്ള എൻ്റെ തീരുമാനമാണ് അനുതാപം. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വീഴാണ്, അപ്പോൾ ഞാൻ എഴുന്നേക്കും. അപ്പോൾ എൻ്റെ വിചാരം ഇനി എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ എനിക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞത്, നീ അനുദപിച്ചപ്പോൾ തന്നെ നമ്മൾ തമ്മിൽ റെഡിയായി. ഇനി നീ വീഴുമ്പോൾ നീ എഴുന്നേക്കണം, നീ ആ വീഴ്ചയെ തള്ളി പറയണം, നീ വീണ്ടും വീഴാതിരിക്കാനായിട്ട് ഇന്നലകളെ മറന്നുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കണം. അപ്പോൾ സിസ്റ്ററിന് അറിയാമായിരിക്കുമല്ലേ, നമ്മൾ ദേവാലയത്തിൽ കാണുന്ന ഏറ്റവും വലിയ കാഴ്ച, എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം, കുമ്പസാരിച്ചിട്ടൊക്കെ നിൽക്കുമ്പോഴേ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു കാര്യവും ദൈവം ഓർക്കുന്നില്ല എന്ന ഒരു വിശുദ്ധരെ പോലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് അല്ലേ. എനിക്കിപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും തെറ്റുപറ്റുന്ന ആളുകളെയൊക്കെ കുറ്റം പറയുമ്പോൾ അവരൊക്കെ ഇരിക്കുന്നൊരു ഇരിപ്പുണ്ട്, അതായത് അവർക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞൊരു ഇരിപ്പ്. പക്ഷേ അത് തന്നെ മനുഷ്യനുള്ളൊരു ബോധമാണ്. കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ, കാരണം എല്ലാവർക്കും അവരവരുടെ ജീവിതം അറിയാമല്ലോ. തെറ്റ് പറ്റാത്തവരല്ല ഈശോ പറഞ്ഞതുപോലെ ആരെയും കുറ്റം വിധിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു അറിവുണ്ട്, എനിക്ക് പറ്റിയ തെറ്റ് ദൈവം കാര്യമാക്കുന്നില്ല, എനിക്ക് തിരിച്ചു വരാൻ പറ്റും എന്നൊരു കോൺഷ്യസ് നമുക്കുണ്ട്. പക്ഷേ അത് പാപം മറച്ചു വെക്കാനുള്ളൊരു സംഭവമായി മാറാതെ ഇരിക്കാനാണ് ഈശോ പറഞ്ഞത്, നീ അനുദപിക്കണം. അപ്പോൾ എപ്പോഴൊക്കെ ഞാൻ അനുദപിച്ചോ
അപ്പോഴൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോൾ കർത്താവ് ആ പാപം ചെയ്യുന്നതിന് മുൻപുള്ള, അല്ലെങ്കിൽ ഒരു പാപവും ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയിലാണ് എന്നെ കാണുന്നത്. ഇതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാൻ നോക്കുകയാണ്, ഇപ്പം ഞാൻ പല പ്രാവശ്യം വീണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നു. ഞാൻ അങ്ങനൊരു പാപം ചെയ്തു എന്ന് കർത്താവ് പരിഗണിക്കുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയാം. അപ്പോഴാണ് എനിക്ക് ശരിക്കും, മാത്രമല്ല എല്ലാ തെറ്റുകളുമല്ല, അത് ഈ എന്നെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഫീല് കിട്ടുന്നത്, സത്യം പറഞ്ഞ സിസ്റ്റർ ഞാൻ പറയും, ഏത് വചനപ്രഘോഷകനാണെങ്കിലും ഏതൊരാൾക്കാണെങ്കിലും ഈ അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ടല്ലോ, ആർക്കാണെങ്കിലും, ഈ വാർത്താ വായനക്കാരനാണെങ്കിലും ആർക്കാണെങ്കിലും ദേ ഹാവ് എ പാസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രസന്റ് ലൈഫ് തന്നെ ഉണ്ട്. വീഴ്ചകൾ പറ്റുന്ന, പക്ഷെ ഭയങ്കരമായ വീഴ്ചകളല്ല, പക്ഷേ മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയാൻ തക്ക വിധം ന്യായീകരിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെതെന്ന് പറയാൻ പറ്റിയ ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിലില്ല. ഒരു മനുഷ്യൻ പോലും ഇല്ല. അല്ലെ അതുപോലെ വിശുദ്ധരായി ജനിച്ചവരായിരിക്കണം. അതുപോലെ അൽഫോൻസാമയൊക്കെ പോലെ ആണെങ്കിൽ, എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, ഈ അൽഫോൻസാമ പോലും കുമ്പസാരിക്കുമായിരുന്നു. അപ്പൊ അൽഫോൻസാമയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്ന ദൈവസ്നേഹത്തെ ഓപ്റ്റ് ചെയ്യാത്ത നിമിഷങ്ങൾ വലിയ ഭാവമൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഇച്ചിരി പ്രാർത്ഥിച്ചില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ വീഴ്ചകൾ പറ്റുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അർദ്ധരാത്രി സൂര്യനുദിച്ചാൽ എന്ന് പറയുന്നത് പോലെ നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരു പാസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കർത്താവിനെ കുറിച്ച് പറയുന്നത് കർത്താവ് അറിയാത്ത ഒരു കാര്യമില്ലെന്നുള്ളതാണ്. അതായത് എൻ്റെ ഉള്ളിൽ, ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ, പക്ഷേ അത് ഈശോയ്ക്ക് അറിയാം. അപ്പോൾ ഇത്രമാത്രം എന്നെ അറിയാവുന്ന കർത്താവ് എന്നെ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരാൾ വളരെ സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നത് പോലെയാണ് എന്നോട് പെരുമാറുന്നത്. ഈ സ്നേഹമാണ് എന്നെ സ്പർശിച്ചത്. അതായത് കർത്താവ് മറ്റാർക്കും എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാം. കർത്താവിന് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. കർത്താവ് എന്നെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നല്ല എന്നെ ഒളിപ്പിച്ചു, കർത്താവിൽ നിന്ന് തന്നെയാണ് എന്നെ ഒളിപ്പിച്ചത്. കർത്താവ് എൻ്റെ പാസ്റ്റ് മറച്ചെങ്കിൽ പിന്നെ ഇനി ഒരാൾക്കും ആ പാസ്റ്റിലേക്ക് നോക്കാനുള്ള അവകാശം പോലും ഇല്ല. കാരണം കർത്താവ് അതിനെ മറച്ചു, ആഴിയുടെ അഗാധങ്ങളിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് കുറ്റം വിധിക്കാത്തവനെ ആര് കുറ്റം വിധിക്കും എന്നൊരു ചോദ്യമുണ്ട്. കർത്താവ് എന്നെ മറച്ചു കളഞ്ഞു. അപ്പം ഞാൻ കർത്താവിനോട് രമ്യതപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് എന്നെ മറക്കുകയാണ്. ഇതാണ് ആ എന്നെ ഒളിപ്പിച്ചു എന്ന് പറയുന്ന ആ പാപിനിയായ സ്ത്രീയുടെ കാര്യത്തിലൊക്കെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, അതാണല്ലോ എഴുതിയിരിക്കുന്നത്. അതാണ്, അക്ഷരം മിണ്ടുന്നില്ല കർത്താവ്. പക്ഷേ അതിനൊരു വലിയ ഒരു അനുഭവം, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, ഈ സ്നേഹം എനിക്ക് അനുഭവിക്കണമെങ്കിൽ എപ്പോഴും എനിക്ക് അനുതാപം വേണം. ഞാൻ എപ്പോഴെങ്കിലും ഒരു പാപം ചെയ്തിട്ട്, ഒരുപക്ഷെ നമുക്കറിയാം ഈ പ്രസാദപരം എന്ന് പറയുന്നതൊക്കെ ഈ സഭ പഠിപ്പിക്കുന്നതിൽ എത്രയോ സത്യമാണെന്ന് അറിയുന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മൾ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട്, എനിക്കൊന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാതിരിക്കുന്നത്, കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നൊരു സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് പാപം ചെയ്യുമ്പോൾ കുമ്പസാരം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഡാർക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്ന അത് ചിലപ്പോൾ നമ്മൾ അറിയുക പോലും ഇല്ല. നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡാർക്കായി പോകും. സംഗതി സീൻ ഡാർക്കായി എന്നൊക്കെ പിള്ളേർ പറയുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് ഡാർക്കായി പോകും. ഡാർക്കായി കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്തായിരുന്നു. അപ്പോൾ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ അയ്യോ അവിടെ വെച്ചാണ് ഈ സംഭവം പോയത്, ഞാൻ അത് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തപ്പോൾ, ഞാൻ ആ അഹങ്കാരം കാണിച്ചപ്പോൾ ആ സമയത്ത് എന്നിൽ നിന്ന് ആ ഒരു പ്രസാദപരം നഷ്ടപ്പെട്ടു, ഒരു ഫീല് എനിക്ക് അറിയുകയാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ ഒരു ഓപ്ഷനാണ്, ഞാൻ തിരഞ്ഞെടുത്ത ഒരു സംഭവമാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ അനുതപിക്കുന്ന അടുത്ത സെക്കൻഡിൽ, കർത്താവേ ഐ ആം സോറി, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അവിടെ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവിടെ അത് പറയരുതായിരുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഇതെനിക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ കുമ്പസാരിക്കുന്ന അത് ഏറ്റുപറഞ്ഞ അത് പാപത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് അത് കൺഫസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രസാദപരത്തോട് തിരിച്ചു വരും. ഞാൻ യൂത്തിനോട് പറയുന്ന കാര്യമുണ്ട്, ഞാൻ പലപ്പോഴും ചലഞ്ച് ചെയ്യുന്ന പോലെ പറയും, നിങ്ങൾ കുമ്പസാര ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ആളുകളിൽ ഉണ്ടാകാൻ പോകുന്നൊരു മാറ്റം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇപ്പോഴെത്ര ഗ്ലൂമി ആയിട്ടാണ്, അല്ലെങ്കിൽ എത്രയോ സീൻ ഡാർക്കാണ് ഇവിടുത്തെ. അതായത് നമ്മൾ പാട്ടൊക്കെ പാടും ഡാൻസൊക്കെ ചെയ്യും, പക്ഷേ അവിടെ ഒരു സീൻ ഡാർക്കാണ്, മനസ്സിലായില്ലേ? കാരണം ഒരു അസ്വസ്ഥതയുണ്ട് അവിടെ. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദർ ഈസ് എ റെസിസ്റ്റൻസ്. അത് പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം, ഇരിക്കുമ്പോഴറിയാം. പക്ഷേ കുമ്പസാരം കഴിയുമ്പോൾ നമ്മളൊരു പ്രാർത്ഥനയുണ്ടല്ലോ, എന്നാണ് ഞാൻ സാധാരണക്കാരായ, അതായത് വലിയ ആർക്കും അറിഞ്ഞിടാത്ത അച്ഛന്മാരാണ്, പ്രായമുള്ള അച്ഛന്മാർ, ഒരു പ്രസംഗവും ഇല്ലാത്ത പാവ അച്ഛന്മാർ കുമ്പസാരിക്കാൻ വരുന്നത്. മിക്കവാറും അങ്ങനെ ആയിരിക്കും കുമ്പസാരിപ്പിക്കാൻ വരുന്നത്.
ഈ അച്ഛന്മാർ വയസ്സായവരും അല്ലാത്തവരൊക്കെ വന്നിട്ട് ഈ കുട്ടികളെ കുമ്പസാരിപ്പിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ തിരിച്ചു വരുന്നത് ഒരു ഭയങ്കര സ്വാതന്ത്ര്യത്തോടെയാണ്. ഭയങ്കര സ്വാതന്ത്ര്യത്തോടെ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മളിത് കുട്ടികളോട് പറയും. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് കുമ്പസാരം എന്ന്. അപ്പോൾ എന്നിട്ട് യൂത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യും. അത് അപ്പോഴാണ് അവരുടെ ആ സ്വാതന്ത്ര്യം, ഞാൻ ഉൾപ്പെടെ അനുഭവിക്കുന്ന ആ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യമാണ് സത്യം പറഞ്ഞാൽ ക്രിസ്തു വാഗ്ദാനം ചെയ്തത്. അതെ. അപ്പൊ ഈ സ്വാതന്ത്ര്യം ഞാൻ വീണ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്നിലേക്ക് ആ സ്വാതന്ത്ര്യം തിരിച്ചു വരും. അപ്പൊ ഈ കുമ്പസാരത്തിന്റെ ഒരു മഹത്വം ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ സ്നേഹം തിരിച്ചു തരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ജീവിതത്തിലെ എല്ലാ ചെറുപ്പക്കാരും ഫ്രീക്വൻ്റ് ആയിട്ട് കുമ്പസാരിക്കുന്ന ഒരു ശീലം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവിടെ കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഫ്രീക്വൻ്റ് ആണ്. അപ്പോൾ കുമ്പസാരിക്കുന്നതിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞത് ആദ്യത്തെ ഒരു കാലഘട്ടത്തിലെ രീതിയല്ല. അതായത് ആദ്യത്തെ ഒരു വർഷം ഞാൻ വീഴുന്നതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു വർഷം വന്നപ്പോഴത്തേക്ക് ആ ഫ്രീക്വൻസി കുറഞ്ഞു. അപ്പോൾ എന്നോട് ഈശോ ആത്മീയ ഉപദേശകരിലൂടെ പറഞ്ഞു തന്നൊരു കാര്യം, യൗവനത്തിലെ നിൻ്റെ പല വീഴ്ചകളും നിൻ്റെ പ്രായത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യേണ്ടത്, നീ ഫ്രീക്വൻ്റ് ആയിട്ട് കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, ആരാധനയിൽ പോവുക, കർത്താവിനെ വിടാതിരിക്കുക. വീഴുന്നതിനെ നീ വെറുക്കുക, വീഴുന്നതിനെ നീ ഒരിക്കലും ന്യായീകരിക്കരുത്. പക്ഷേ ഒരിക്കലും ന്യായീകരിക്കരുത്, നീ അത് തെറ്റാണ്. അതുപോലെ ആരെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ തെറ്റാണ് ചെയ്യുന്നത്, ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് ഓപ്പൺ ആവുക. അല്ലാതെ ഒരിക്കലും ഞാൻ തെറ്റിനെ ന്യായീകരിക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ പാട്ടിൽ ഒരാശയം ഇങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ, വീണ്ടും വീണ്ടും വീണാലും വീഴുന്നവനും എന്നെ വിളിക്കുന്നില്ല. അപ്പം ക്രിസ്തീയ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്കെല്ലാം എല്ലായ്പ്പോഴും എപ്പോഴും ചെയ്യാമെന്നുള്ള സ്വാതന്ത്ര്യമല്ല ക്രിസ്തു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ടിന്റെ ആ മൂല്യം എവിടം വരെയാണ് ഈ സ്വാതന്ത്ര്യം എന്നൊന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഉയരുന്നൊരു ചോദ്യമാണ്. സത്യത്തിൽ ദൈവസ്നേഹത്തെ എടുത്തു കാണിച്ചുകൊണ്ട് നിരീശ്വരവാദികളും പാഷണ്ഡതക്കാരും ഒരുപോലെ എടുത്തു ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഒന്ന്, ദൈവസ്നേഹമാണെങ്കിൽ പിന്നെ നരകത്തിൽ പോകുന്നത് എങ്ങനെയാണ്? അഗ്നിയിലേക്ക് എങ്ങനെ ഇടും? അപ്പോൾ ഒന്നാമത്തെ കാര്യം, സഭ ദൈവം നമ്മളെ നരകം സൃഷ്ടിച്ചതായിട്ട് സഭ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സഭ പറയും നരകം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഈശോ പഠിപ്പിച്ചത് കൊണ്ടും സഭയ്ക്ക് അതിനൊരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല. അതാണ് നമുക്കറിയാം. പക്ഷേ നമ്മൾ നരകത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ചോദ്യം ആളുകൾ ചോദിക്കുന്നതിന് മുമ്പ് എനിക്കതിൻ്റെ ഉത്തരം കിട്ടിയത് സത്യം പറഞ്ഞ വേറൊരു നിരീശ്വരവാദികളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചപ്പോഴാണ്. അവർ ചോദിച്ച ചോദ്യതാണ്, ദൈവസ്നേഹമാണെങ്കിൽ എങ്ങനെയാണ് ഈ ആളുകളൊക്കെ ഇത്രയും സഹിക്കുന്നത്? പിഞ്ചു കുഞ്ഞുങ്ങൾ യുദ്ധത്തിൽ മരിക്കുന്നത്, ഭൂകമ്പത്തിൽ മരിക്കുന്നത്. ഈ ഒരു ചോദ്യമുണ്ട്. ഈ ഒരു ചോദ്യം, ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു? സ്നേഹം കരുണയായ ദൈവം എന്തിന് ഇത്രയും ദുഷ്ടത കാണിക്കുന്നു? അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നരകം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ലോകത്തിലെ ക്രമരാഹിത്യങ്ങളെല്ലാം മനുഷ്യർ അവരുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചത് മൂലം മാനവകുലത്തിന് വന്നത് ചേർന്നതാണ്. അരാജകത്വത്തിന്റെ ഒരു ദുരാത്മാവെന്ന് വന്നതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് നിരപരാധികൾ, ഇപ്പം ഞാൻ സിഗരറ്റ് വലിച്ചാൽ നിരന്തരം എൻ്റെ ബെഡ്റൂമിൽ സിഗരറ്റ് വലിച്ചാൽ എൻ്റെ ഭാര്യ രോഗിയാകാൻ സാധ്യതയുള്ളത് ഞാൻ ചെയ്യുന്നൊരു എൻ്റെ സ്വാർത്ഥതയുടെ ഒരു ഫലമാണത്. അതുപോലെ മനുഷ്യകുലത്തിൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നത് മൂലം, ദൈവം നൽകിയ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നത് മൂലം വന്നു ചേരുന്ന ഭവിഷ്യത്തുകളാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. നമ്മളാണ് കൊളവാക്കിയത്. അതെ, കറക്റ്റ്. അല്ലെങ്കിൽ ദൈവം ഒരിക്കലും അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് ഈ പലവിധത്തിലുള്ള അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ അനുഭവങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നതെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു ഉത്തരം തന്നെ അങ്ങനെയാണ്. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവം അതായത് ജീവിക്കുന്നവരുടെ മരണം ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ദൈവം സൃഷ്ടിക്കാത്ത മരണം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വന്നത് മനുഷ്യന്റെ പിശാചിന്റെ അസൂയ നിമിത്തമാണെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം പറയാണ്. അപ്പോൾ അതാണ് ശരിക്കും വിസ്ഡം. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ സത്യം പറഞ്ഞാൽ നിത്യജീവൻ, നമ്മുടെ ജീവൻ ഒരു നിത്യതയുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ രണ്ട് കാര്യം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യനാശം. കാര്യം നമ്മുടെ ഓപ്ഷനും നിത്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പക്ഷേ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഓപ്ഷൻസിനെ എന്താ പറയുക, ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞാൻ എൻ്റെ മരിക്കുന്ന സമയത്ത് ഞാൻ ഏത് സെലക്ഷനിലാണോ നിൽക്കുന്നത് അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നതെന്ന് പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നീ ഇപ്പൊ വീണാലും. അപ്പൊ ഈ അടുത്ത ചോദ്യമുണ്ട്, അതായത് നിരീശ്വരവാദികൾ, അതായത് കുമ്പസാരം എന്ന കൂദാശ ഉള്ള ഒരു വിശ്വാസിക്കും ഒരിക്കലും ഏത് പാപം ചെയ്താലും സ്വർഗത്ത് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല അനുതപിക്കാതെ. അതാണ് കാരണം കുമ്പസാരം വെച്ചിരിക്കുന്നത് തന്നെ. കാരണം നമുക്കറിയാം, നമ്മൾ സഭ പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെ, അതായത് കുമ്പസാരിച്ച് വിശുദ്ധിയോടെ അല്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്ന് നമ്മളോട് പറയുകയാണ്. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു എന്ന് പറയുന്നത് തന്നെ ഈശോയുടെ ഈ സ്നേഹ സാന്നിധ്യം വിശുദ്ധിയോടെ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അനുദപിക്കുന്ന ഒരു ഹൃദയത്തോടെ മാത്രമേ. നമുക്കറിയാം, നമുക്ക് ആർക്കും വിശുദ്ധരാകാൻ പറ്റത്തില്ല, സ്വയം ആർക്കും നീതീകരിക്കാൻ പറ്റത്തില്ല. യേശു നമ്മളെ നീതീകരിക്കുമ്പോഴാണ് നമ്മൾ നീതിമാന്മാരാകുന്നത്. അതാണ് കുമ്പസാരത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ കുമ്പസാരം എന്നെ ഭയങ്കരമായിട്ട് ത്രസിപ്പിക്കുമായിരുന്നു. കാരണം ഓരോ തവണ ഞാൻ കുമ്പസാരിക്കുമ്പോഴും എനിക്ക് ഇനിയും നന്നാകാനുള്ളൊരു പ്രചോദനമാണ് കിട്ടുന്നത്. അതായത് സിസ്റ്റർ പറഞ്ഞത് ഇനിയും മോശമാകാൻ, കുമ്പസാരത്തെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നതാണ്, ഇനിയും മോശമാകാനല്ലേ നിങ്ങൾക്ക് എപ്പോഴും പാപം ചെയ്യുന്നത്? പാപം ചെയ്താൽ മതിയല്ലോ, വീണ്ടും കുമ്പസാരിച്ചാൽ മതിയല്ലോ. അങ്ങനെയല്ല ശരിക്കും. അതായത് എൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും വീഴുന്നൊരു പാസ്റ്റാണ്. അപ്പോൾ ഈ പാസ്റ്റിൽ ഞാൻ കുമ്പസാരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഈ പാസ്റ്റ് മൊത്തം ഇനി ഞാൻ നോക്കണ്ട, പകരം എനിക്ക് ഒരു പുതിയ ഫ്യൂച്ചർ വരികയാണ്. അതായത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എനിക്ക് നന്നാകാനുള്ള ഒരു വലിയ പ്രോത്സാഹനമാണ് കുമ്പസാരം. എല്ലാ വാതിലും അടയ്ക്കുന്ന ഒരു ദൈവമല്ല, അതിനു പകരം 1000 വാതിലുകൾ അടയ്ക്കപ്പെട്ടാലും അതിനപ്പുറത്തേക്ക് ഒരു വാതിലെങ്കിലും നമുക്ക് വേണ്ടി തുറന്ന് വരൂ മകനെ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം 73 പുസ്തകങ്ങളുള്ള ബൈബിളിൽ അവസാനത്തെ പുസ്തകമായ വെളിപാടിൽ ജീവനും മരണവും നിന്റെ മുന്നിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. അപ്പം ജോസഫ് ദാസൻ ബ്രദറിലൂടെ നമ്മൾ കേൾക്കുകയായിരുന്നു, വീഴുന്നവനെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന, അനുതാപത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെയായിരുന്നു. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടർന്ന് കേൾക്കാം. അതോടൊപ്പം ആ ഗാനവും നമുക്ക് ശ്രവിക്കാം. ദൈവപരിപാലനയിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ഈ പ്രോഗ്രാം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിമ